നമ്മുടെയൊക്കെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടി ഇനി ജനുവരി 25-നും ഫെബ്രുവരി 1-നും ഇടയിൽ കൊച്ചിയിലൊന്ന് വന്നാൽ മതി. ഇതെങ്ങനെയെന്നല്ലേ, ഇത് സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 ഹോസ്റ്റഡ് ബൈ ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി. ലോകത്തിലെ തന്നെ സസ്റ്റൈനബിൾ കോഴ്സുകളെ കുറിച്ച് ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഇവൻ്റാണിത്. ജനുവരി 25 മുതൽ ഫെബ്രുവരി 1-ാം തീയതി വരെ 7 ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ പ്രോഗ്രാം വരുന്നത്. ഇതിന് 7 ദിവസവും 7 ട്രാക്ക് ഉണ്ടായിരിക്കും. ഈ 7 ട്രാക്ക് എന്ന് വെച്ചാൽ 7 ടോപ്പിക്സിനെ പറ്റിയായിരിക്കും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷൻ, ടെക്നോളജി, മീഡിയ, എൻ്റർപ്രണർഷിപ്പ്, അങ്ങനെ 7 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ എൻ്റർടൈൻമെൻറ്റിനായി എല്ലാ ദിവസവും മ്യൂസിക് ബാൻഡ്സ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ബിനാലെ, ഫുഡ് സ്ട്രീറ്റ്, അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ കാത്തിരിപ്പുണ്ട്. ഇത് സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025-നെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസിൻ്റെ ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ സർ. ഹായ് അനഘ. സർ, എന്താണ് നമ്മുടെ ഈ ഒരു ഫ്യൂച്ചർ ഓഫ് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഇവന്റ് കൊണ്ട് നമ്മുടെ കേരളത്തിൽ അതിനെ എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്? സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ജെയിൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യങ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റ് ജനറേഷന് ഫ്യൂച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുക. കാരണം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെക്നോളജിയാണ്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയും. ഇതൊരു വളരെ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, 10% 15% ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ടെക്നോളജി എല്ലാ ആളുകളിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാവർക്കും, അത് നമ്മുടെ ആളുകളുടെ തൊഴിലും ജോലിയും ഏജൊക്കെ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് എല്ലാവർക്കും, സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല, ഇത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വേണ്ടിയും ഉള്ളൊരു ഇവൻ്റാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ ഇവൻറ്റിൽ പ്ലഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടെസ്ല പോലുള്ള കാറുകളുണ്ട്, നമുക്ക് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ടെസ്ല കേരളത്തിൽ വന്നു കഴിഞ്ഞു, നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിക്കഴിഞ്ഞു. 7 ദിവസങ്ങളായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ അഗ്രികൾച്ചർ, പൊളിറ്റിക്സ്, അല്ലെങ്കിൽ എർത്ത് എൻവയോൺമെൻറ്റ്, റിന്യൂവബിൾ എനർജി, പൊളിറ്റിക്സ്, സസ്റ്റൈനബിലിറ്റി, അതുപോലെ നമ്മുടെ ഫുഡ്, കൾച്ചർ, ലിറ്ററേച്ചർ, അങ്ങനെ 7 ദിവസമായിട്ട് നമ്മൾ കുറേ പാനൽ ഡിസ്കഷൻസ് ഉണ്ട്, കുറേ കീ നോട്ട്സ് ഉണ്ട്, കുറേ കോൺവെർസേഷൻസ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ കുറേ മാസ്റ്റർ ക്ലാസ്സുകളുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ സ്റ്റുഡൻറ്റ് ബിനാലെ, ആർട്ട് വർക്കുകളുടെ ഒരു എക്സിബിഷൻ, നമുക്കൊരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് റോബോട്ടിക്കിൻ്റെ ഒരു എക്സ്പോ ഉണ്ട്. അതുപോലെ നമുക്ക് 7 ദിവസം മ്യൂസിക് ബാൻഡുകൾ പെർഫോം ചെയ്യുന്നു. അർമാൻ മാലിക് പോലുള്ള, അല്ലെങ്കിൽ ചായ മെട്ടോസ്റ്റ്, അല്ലെങ്കിൽ അകം, അങ്ങനെയുള്ള നല്ല ബാൻഡുകൾ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് വൈബ്. നമ്മൾ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് വൈബ്രന്റ് ഫെസ്റ്റിവൽ, ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഇവന്റ് ആയിരിക്കും. ലോകത്തിൽ തന്നെ ഒരു ക്യാമ്പസിൽ നടക്കുന്ന സസ്റ്റൈനബിൾ ഈ കംപ്ലീറ്റ് ഇവന്റ്, ഓൾ ഇവന്റും നമ്മൾ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഗോൾസിനെ ബേസ് ചെയ്താണ്. ഓക്കെ സാർ, അപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു വലിയൊരു സർപ്രൈസ് കൂടിയായിരിക്കും. ഇങ്ങനെ ഒരു ഇവന്റ്, ഇങ്ങനെ ഒരു മാഗ്നിറ്റ്യൂഡ് ഒരു സ്കെയിൽ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ മ്യൂസിക് ഫെസ്റ്റിവൽ ചിന്തിച്ചിട്ട് പോലും ശരിക്കും അല്ല, മ്യൂസിക് ഫെസ്റ്റിവൽ തന്നെ നമുക്ക് കേരളത്തിൽ 2-3 ദിവസം മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ട്. 7 ദിവസത്തെ മ്യൂസിക് ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ മ്യൂസിക് ഫെസ്റ്റിവലും കോൺവെർസേഷൻസ്. നമുക്ക് പറഞ്ഞ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ആംബിയൻസിലാണ് ഈ കംപ്ലീറ്റ് ഇവന്റും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ, അതായത് ആൾക്കാർ, അതായത് സെലിബ്രിറ്റീസ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. സെലിബ്രിറ്റീസ് ഉണ്ട്, നമുക്ക് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ഗവർണർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗോവ ഗവർണർ വരുന്നുണ്ട്, അതുപോലെ ഒത്തിരി പോളിസി മേക്കേഴ്സ് വരുന്നുണ്ട്, നല്ല റിച്ചാർഡ് സ്റ്റോൾമാൻ വരെയുള്ള സ്പീക്കേഴ്സ് വരുന്നുണ്ട്, സ്പീക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്, ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. ഇതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഇതൊരു ചരിത്രമല്ല, ചരിത്രത്തിൻ്റെ തുടക്കമാണ്. കാരണം ഇനി എങ്ങനെ ഒരു പുതിയ ജനറേഷനെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ജനറേഷനെ എങ്ങനെ ബിൽഡ് ചെയ്യാം, അങ്ങനെ ഒരു സൊസൈറ്റീനെ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നത് നമ്മളൊരു തോട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു തുടക്കമാണ്. ഇനി ഒത്തിരി കാര്യങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് സർപ്രൈസുകൾ ഉറപ്പായിട്ടും അതിനാണല്ലോ നമ്മൾ കേരളത്തിൽ ഉറപ്പായിട്ടും വി ആർ ഹിയർ ഫോർ എൻ ഇമ്പാക്ട് എന്നൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ജെയിന് പറയാനുള്ളത്. നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്, കൊച്ചി വന്നിരിക്കുന്നത്. ആ ഇമ്പാക്റ്റ് ഞങ്ങളുടെ ആക്ടിവിറ്റീസിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ.
വന്നപ്പോൾ തൊട്ട് ഇത് സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ആ ഒരു ഡേയ്സിനായിട്ട്. ഞാൻ എന്തായാലും 7 ദിവസം ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. കേരളത്തിലെ ഓരോ ആൾക്കാരും വന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ് ഇത് സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി.